അപ്പൊ വീണ ജോൺ, നിങ്ങളുടെ ഓണാഘോഷത്തെ കുറിച്ചാണ് നമുക്ക് അറിയേണ്ടത്. ഓണാഘോഷം എന്ന് പറയുമ്പോൾ മനസ്സിലെന്താ? മുംബൈയിൽ ഓണം എങ്ങനെയാണ്? മുംബൈയിൽ ഓണം 10 ദിവസം ഞങ്ങള് അങ്ങനെ ചെറിയ പൂക്കളിടും, പിന്നെ ഓണത്തിന്റെ ദിവസം വലിയ പൂക്കളിടും, സദ്യ ഉണ്ടാവും, അമ്പലത്തിൽ പോവും. ലൈക്ക് അപ്പോഴൊക്കെ. ഇപ്പൊ എനിക്ക് തോന്നുന്നു ഇപ്പൊ 2-3 years ആയിട്ട് ഞാൻ ഓണം അങ്ങനെ ആഘോഷിക്കാറില്ല. ബോംബെയിലായിരുന്നപ്പോ ഞാൻ ആഘോഷിച്ചിട്ടുണ്ട്, നാട്ടിലൊന്നും ആഘോഷിച്ചില്ല. ജോണിന്റെ ആഘോഷം എങ്ങനെയാണ്? നേരത്തെയൊക്കെ ഈ പറഞ്ഞ പോലെ ഈ പറഞ്ഞ പോലെ ഗെയിംസ് എല്ലാം ഉണ്ടായിരുന്നു. നമുക്ക് ക്ലബ്ബൊക്കെ ഉണ്ടായിരുന്നു നാട്ടില്. അവരുടെ ഒരു ദിവസം ഫുള്ള് പരിപാടിയാണ് ഓണത്തിന്റെ തലേദിവസം മൊത്തം സെറ്റിങ്ങും സ്റ്റേജ് പരിപാടിയും. എന്റെ സ്ഥലം ഭയങ്കര ഗ്രാമമാണ്, കാടിനോട് ചേർന്നാണ്. അപ്പം അതിന്റെ ആയതുകൊണ്ട് നാട്ടുകാരാ ഫുള്ള്. അപ്പോൾ ഈ പറഞ്ഞ സ്റ്റേജൊക്കെ കെട്ടി സെറ്റ് ചെയ്ത് ഓരോ ഗെയിംസ് തുടങ്ങും രാവിലെ. അപ്പം അങ്ങനെ ഓണായി പോവും. ചേട്ടന്മാരുണ്ടാവും, ചേച്ചിമാരുണ്ടാവും, പിന്നെ സീനിയേഴ്സ് ഉണ്ട്. അത് ലാസ്റ്റ് ചെയ്ത് കഴിയുന്നത് ഒരു ഓണത്തല്ലിലൂടെ ആയിരിക്കും കഴിയുന്നത്. ഓണത്തല്ലുണ്ട് ശരിക്കും. ഓണത്തല്ല് എങ്ങനെയാ? എന്തെങ്കിലും കാരണം ഉണ്ടാക്കി നിങ്ങൾ ഓണത്തല്ല്? എല്ലാ ഓണത്തല്ലും ഈഗോയുടെ പേരാണ്. ഇപ്പൊ തല്ലുകളെല്ലാം ഈഗോ ആണ്. അത് എന്തെങ്കിലുമൊക്കെ പറഞ്ഞ കോമഡി ആയിരിക്കും. നമ്മൾ കഴിയാറാകുമ്പോഴത്തേന് ഓരോരുത്തൊക്കെ വലിച്ചെടുത്തോണ്ടായിരിക്കും പോകുന്നത്. പക്ഷെ രസമാണ്. അത് കാണാൻ തന്നെ അടുത്ത വർഷം നമ്മൾ വെയിറ്റ് ചെയ്യുമല്ലോ. സോ നിങ്ങളുടെ ജനറൽ നോളജ് എങ്ങനെയുണ്ടെന്ന് ടെസ്റ്റ് ചെയ്യാനുള്ള ഒരു സമയമാണ്. വീണ്ടും തോക്കും. വീണ തോക്കോ ജോൺ തോക്കോ എന്ന് ഞാൻ ഏകദേശം ഇപ്പൊ തീരുമാനാക്കും. ആദ്യം ഞാൻ വീണയോട് ചോദിക്കണോ ജോണിനോട് ചോദിക്കണം? ജോണിനോട് ചോദിക്കാം. മൃഗങ്ങളുടെ പേര് വരുന്ന 5 മലയാള സിനിമകൾ. പുലിമുരുകൻ, വെള്ളിമൂങ്ങ. ഓക്കെ, പിന്നെ പക്ഷിയാണ്. എന്നാലും പോട്ടെ, വീട്ടില് പറയണം, ടൈം എടുക്കരുത്. ആന, കുതിര, മാൻ എല്ലാം ആലോചിക്ക്. ടൈം ഔട്ട്. ഏതൊക്കെ അറിയോ? പുലിമുരുകൻ പറഞ്ഞു, വെള്ളിമുങ്ങ പറഞ്ഞു, ടൈഗർ സുരേഷ് ഗോപി സാറിന്റെ ടൈഗർ, പിന്നെ ആട് കസ്തൂരിമാൻ, നരസിംഹം, പുലിവാൽ കല്യാണം. അച്ഛൻ എന്താണിത്? ഓക്കെ, ഇനി അടുത്തത് വീണയ്ക്കാണ്. വാഹനങ്ങളുടെ പേര് വരുന്ന 5 സിനിമകൾ. എ ഓട്ടോ, ബസ് കണ്ടക്ടർ. അല്ല, പറ്റില്ല. ബസ് കണ്ടക്ടർ പറ്റൂല. ബസ് പേരല്ലേ? അല്ല, അതിനകത്തില്ലായിരിക്കും. പറയാൻ പറ്റത്തില്ല നമുക്ക്. ശരി, ബസ് കണ്ടക്ടർ എങ്കിൽ ബസ് കണ്ടക്ടർ. അടുത്തത് ഇപ്പൊ ഏതൊക്കെ പറ? എ ഓട്ടോ, ബസ്, ബൈസൈക്കിൾ തീവ്സ്. കഴിഞ്ഞു, സമയം കഴിഞ്ഞു. 3 എണ്ണം. തീവണ്ടി, ദി കാർ. ഞാൻ പറയാൻ അപ്പോഴേക്ക് സമയം കഴിഞ്ഞു. അതാണ് പെട്ടെന്ന് പറയണമെന്ന് പറഞ്ഞു. ഇനി അടുത്ത ജോണിനോടാണ്. ഇത് ജോണിന് പറ്റും. കായിൽ തുടങ്ങുന്ന 5 മൃഗങ്ങൾ. മലയാളം. പക്ഷി പറയും. കസ്തൂരിമാൻ. അടിപൊളി. കസ്തൂരിമാൻ. പിന്നെ മൃഗങ്ങളെ പക്ഷികൾ പറയാൻ പറ്റുമോ? പക്ഷികൾ പറയാൻ പറ്റുമോ? പറ്റില്ല. ഓൺലി മൃഗം. കോക്രോച്ച് പറ്റില്ല. ഇൻസെക്ട്. മൃഗം. ഇപ്പൊ പറഞ്ഞത് അതൊക്കെ ഏത് മാൻ? ഇല്ല, അങ്ങനെ ഒരു മാനൊന്നുമില്ല. കേഴമാൻ എന്നൊരു മാങ്ങ ഈ ലോകത്തില്ല. ഉണ്ട്. ഞാൻ പറഞ്ഞു, ഞാൻ കാടിനടുത്ത് താമസിക്കും, നമ്മളോടൊക്കെ ഇറങ്ങി വരാറുണ്ട് സാധനം. കേഴമാനാ? ശരി, പെൻഡിങ് വെക്കാം. ബാക്കി പറ. കരടി. വെരി ഗുഡ്. കരടി. അതുപോലെ തന്നെ കരടി പോലെ തന്നെ കഴുതയുണ്ട്. കടുവ, കുതിര. എപ്പോ പറഞ്ഞു? ടൈം ഔട്ട് ആയി. പക്ഷേ എത്ര പറഞ്ഞു? 3 എണ്ണം. അതിൽ കേഴമാൻ ഞാൻ കൂട്ടിയതാണ്, അല്ലെങ്കിൽ 2 എണ്ണം. ഇനി അടുത്തത് നമ്മൾ വീണയ്ക്കാണ്. ടഫ് ക്വസ്റ്റ്യൻ അല്ല, അതാണ് ഞാൻ പറയാം. നിങ്ങൾ കുറച്ചുകൂടെ എന്നെ പോലെ ഒരു സ്റ്റാൻഡേർഡിൽ ഉയർന്നു കഴിഞ്ഞാൽ ഇതൊക്കെ സിമ്പിൾ ആയിരിക്കും. സ്ഥലപ്പേര് വരുന്ന 5 മലയാള സിനിമ. സ്ഥലപ്പേര് 5 മലയാളം. ഗ്ലോറിയ ഫെർണാണ്ടസ് ഫ്രം USA. എന്ത്? ഞാൻ കേട്ടില്ല. ഗ്ലോറിയ ഫെർണാണ്ടസ് ഫ്രം USA ഉണ്ട്. ബാബു ആന്റണിയുടെ ഹസ്ബൻഡ്സ് ഇൻ ഗോവ. ഓക്കെ, ഗോവ. വേണമെങ്കിൽ ജോൺ ആലോചിച്ചു. ഞാൻ ജോണിന് പാസ് തരാം. ടൈം ഔട്ട്. പറ മോളെ. പറഞ്ഞു, കുഴപ്പമില്ല, ചേച്ചി കേട്ടോളാം. പറ. വരുന്നില്ല. പോരട്ടെ കൊണ്ട് പറ. മറന്നുപോയി. അതാണ് എത്ര ആലോചിച്ചേ.
അറിയോ? പാസ് തന്ന ഏതെങ്കിലും പറയാനുണ്ടോ? വാമനപുരം ബസ് റൂട്ട് ഉണ്ട്. വാമനപുരം ബസ് റൂട്ട്. ഓക്കെ. പിന്നെ കണ്ണൂർ എന്ന് പടമുണ്ട്. കണ്ണൂർ ഡീലക്സാ? കണ്ണൂർ എന്ന് പടമുണ്ട്. കണ്ണൂർ. പിന്നെ തൃശ്ശൂർ പേരൂർ, തൃശ്ശൂർ പൂരം, പിന്നെ കായംകുളം കൊച്ചുണ്ണി. അടിപൊളി. പക്ഷെ മാർക്കില്ല, ഞാൻ ജസ്റ്റ് ഒരു പാസ്. കുഴപ്പമില്ല. അങ്ങനെ കൊച്ചി രാജാവ് ഉണ്ടായിരുന്നു. കൊച്ചി രാജാവ്, ന്യൂഡൽഹി. അതൊക്കെ എഴുതി വെച്ചേക്കുന്നല്ലേ? ഞാൻ എഴുതി വെച്ചിട്ടില്ല. നോക്കെ ഒന്നും എഴുതി വെച്ചിട്ടില്ല. ഇതെന്റെ മനസ്സിൽ നിന്ന് വരുന്നതാണ്. അപ്പൊ കൊച്ചി രാജാവ്, ന്യൂഡൽഹി, തെങ്കാശിപട്ടണം ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു. പോട്ടെ. ഇനി അടുത്തത് ജോൺ ആണ്. ഇപ്പോഴത്തെ പുതിയ 5 മന്ത്രിമാർ. പിണറായി വിജയൻ സാറുണ്ട്. പെട്ടെന്ന് വേണം. പിണറായി വിജയൻ സാർ. ഓക്കെ. വീണ ജോർജ് ഉണ്ട്. വീണ ജോർജ് ഉണ്ട്. വീണ രക്ഷപ്പെട്ടു അല്ലേ? രണ്ടുപേരെ അറിയത്തുള്ളൂ, പേരെനിക്ക് അറിയത്തില്ല. പറഞ്ഞോ. ആന്റണി, നമ്മുടെ ട്രിവാൻഡ്രത്തെ MLA ആന്റണി. അതൊരു പേരല്ലേ? 2 പറഞ്ഞു ഇപ്പം. ഇനി 3 പറഞ്ഞു. ഇപ്പൊ പറഞ്ഞത് പിണറായി വിജയൻ സാറ്, വീണ ജോർജ് പറഞ്ഞു. പിന്നെ ഏതാ പറഞ്ഞ? പിന്നെ ചിഞ്ചു റാണി ഉണ്ട്. ചിഞ്ചു റാണി. പിന്നെ നമുക്ക് P രാജീവ് ഉണ്ട്. പിന്നെ R ബിന്ദു. അങ്ങനെ കുറെ പേരുണ്ട്. കൂടുതൽ എന്നെ കൊണ്ട് പറയിപ്പിക്കരുത്. ഓക്കെ. അടുത്തത് വീണയ്ക്ക് എളുപ്പമുള്ളതായി പോയല്ലോ. പോട്ടെ. മമ്മൂട്ടി, മോഹൻലാൽ ഒരുമിച്ച് അഭിനയിച്ച 5 മലയാള സിനിമകൾ. ഹരികൃഷ്ണൻ, മദ്രാസ് മെയിൽ, നമ്പർ 20 മദ്രാസ് മെയിൽ. മോഹൻലാൽ 2020. മൂന്നെണ്ണായി. നരസിംഹം. ഓക്കെ. വെൽ ഡൺ ബൈ ബോയ്. ഇനി ഒരെണ്ണം കൂടി പറഞ്ഞാൽ മതി. ടൈം ഔട്ട്. വേറെ പഴയ സിനിമയാണ്. അടിയൊഴുക്കുകൾ എന്നൊക്കെ പറഞ്ഞ സിനിമകളൊക്കെ ഉണ്ട്. പഴയ സിനിമ. ഇപ്പൊ അത്യാവശ്യം പക്ഷെ 4 പറഞ്ഞു. മെയിൻ 4 സിനിമകൾ പറഞ്ഞു. ഇനി അടുത്തത് വീണ്ടും ഞാൻ ജോണിലേക്ക് വരികയാണ്. മായിൽ തുടങ്ങുന്ന 5 മലയാള സിനിമ നടികൾ. മഞ്ജു വാര്യർ. ഞാൻ കരയും. 5,000 മാത്രം എടുത്തത്. വേറെ മഴയാ? അല്ല, പഴയ നടി മഡോണ സെബാസ്റ്റ്യൻ. ഓക്കെ. പിന്നെ വെരി സോറി, ടൈം ഔട്ട്. മേനക. വെറും മേനക, മഞ്ജിമ മോഹൻ, മമത മോഹൻദാസ്, മിയ, മൈഥിലി. ലോഡ് ഓഫ് മലയാളി നടിമാർ. ലാസ്റ്റ് ഇംഗ്ലീഷ് വാക്ക് വരുന്ന 5 മലയാള സിനിമകൾ. കോൾഡ് കേസ്. ഓക്കെ. ലാസ്റ്റ് അഭിനയിച്ചൊക്കെ പറ. ലവ്. ഇനി ക്രിസ്ത്യൻ ബ്രദേഴ്സ്. വാവ്. ഇനി 2 കൂടി പറഞ്ഞാൽ മതി. പറയൂ. സ്പാനിഷ് മസാല. അല്ല, സ്പാനിഷ് മസാല ഇംഗ്ലീഷ് വേർഡാണ്. ഓക്കെ. സ്പാനിഷ് മസാല. ഓക്കെ. 4 എണ്ണാണ് പറഞ്ഞത്. അപ്പൊ ടൈം ഔട്ടായി. മനസ്സിലേതെങ്കിലും ഉണ്ടായിരുന്നോ? ഗ്രാൻഡ് മാസ്റ്റർ, മാസ്റ്റർ പീസ്, അതൊക്കെ ഉണ്ടായിരുന്നു. സ്ട്രീറ്റ് ലൈറ്റ്സ് കുറെ ഉണ്ട്. പക്ഷെ ഈ ആവശ്യത്തിന് കത്തണമല്ലോ, അതാണല്ലോ നമുക്കില്ലാത്തത്. പോട്ടെ. പക്ഷെ ഇതിൽ ജയിച്ചിരിക്കുന്നത് വീണയാട്ടോ. വീണയാണ് എല്ലാം 4ഉം 5ഉം ഒക്കെ ആൻസർ പറഞ്ഞു. ജോൺ എല്ലാം 2-ൽ ഇങ്ങനെ 2-3 അങ്ങനെ ഒതുക്കി.